സല്യൂട്ട് സുഹൃത്തുക്കളെ, ഇനിയും ഒരു ഓണം കൂടി വരികയാണല്ലോ 2-3 ദിവസത്തിനകം. എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള ഓണാശംസകൾ. ഇന്ന് രാവിലെ ഞാൻ 2 പരിപാടികളിൽ സംബന്ധിച്ചു. ഒന്ന് ശാസ്തമംഗലം വാർഡിലുള്ള LP സ്കൂളിലെ ഓണാഘോഷവും, രണ്ടാമത്തേത് തിരുവനന്തപുരം നഗരസഭയുടെ ഓണാഘോഷവും. ഇനി ഒരുപാട് ഓണാഘോഷ പരിപാടികളിൽ പങ്കെടുക്കാൻ കിടക്കുന്നു. പക്ഷേ ഈ 2 ഓണാഘോഷങ്ങളിലും എന്നെ ആകർഷിച്ച ഒരു കാര്യം എന്താണെന്ന് പറയട്ടെ. 2ലെയും മാവേലിയായിട്ട് വേഷമിട്ട ആൾ വളരെ നല്ല സുന്ദരനായിട്ടുള്ള ആൾക്കാരായിരുന്നു. പ്രത്യേകിച്ച് സ്കൂളിൽ വളരെ ചുള്ളനായിട്ടുള്ളൊരു പയ്യൻ നല്ല രീതിയിൽ, വയറൊന്നുമില്ല, ഒതുങ്ങിയ ശരീരവുമായിട്ട് അതിഗാംഭീര്യത്തോടു കൂടി മാവേലിയുടെ വേഷം ധരിച്ച് നിൽക്കുന്നത് കണ്ടു. അതോടൊപ്പം കോർപ്പറേഷൻ ഓഫീസിൻ്റെ മുന്നിലും ഇതുപോലെയുള്ള ഒരു മാവേലി, നല്ല പൊക്കവും വെളുത്ത നിറവും ശരീരമൊക്കെ ഒതുങ്ങിയ പ്രകൃതവുമൊക്കെയുള്ള ഒരു മാവേലി വേഷമിട്ട് നിൽക്കുന്നത് കണ്ടു. മാവേലി തമ്പുരാനായിട്ട് ആളുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാൻ സ്ത്രീ ജനങ്ങളുടെ ഒരു വലിയ കൂട്ടവും കണ്ടു. അതിനോടൊപ്പം അത് കണ്ടപ്പോൾ എനിക്ക് സന്തോഷം തോന്നിയതിൻ്റെ കാരണം, കുറേ വർഷങ്ങളായിട്ട് നമ്മുടെ മാവേലി തമ്പുരാനെ ചിത്രീകരിക്കുന്നത് വളരെ കോമാളിയായിട്ടായിരുന്നു. കുടവയറൊക്കെയുള്ള, ഇങ്ങനെ നടക്കുമ്പോൾ ഇങ്ങനെ തുളുമ്പി നിൽക്കുന്ന വണ്ണമൊക്കെയുള്ള വളരെ വിരൂപനായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു ചായമൊക്കെ തേച്ച് മാവേലിയായിട്ട് നിന്നിരുന്നത്. അപ്പോഴേ ഞാൻ പറയുമായിരുന്നു, ഇങ്ങനെയല്ല നമ്മുടെ മാവേലി തമ്പുരാൻ. മഹാബലി എന്ന് പറയുന്ന ചക്രവർത്തി അസുരനായിരുന്നു എന്നുള്ളത് ശരിയാണ്. പക്ഷെ ആരാണ് പറഞ്ഞത് അസുരന്മാർ കാണാൻ കൊള്ളില്ല എന്ന്? ശരിക്കും ദേവന്മാരെക്കാളും ഭംഗി ഉണ്ടായിരുന്നത് അസുരന്മാർക്കായിരുന്നു എന്ന് എനിക്കെപ്പോഴും തോന്നിയിട്ടുണ്ട്. നമ്മുടെ മനസ്സിൽ ഓരോ ചിന്തകൾ വരുമല്ലോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ദേവന്മാരിങ്ങനെ രക്തമില്ലാത്ത വിളറി വെളുത്ത ഒരുപാട് അസുഖങ്ങളൊക്കെ ഉള്ള ആൾക്കാരായിട്ട് ഹിമാലയത്തിലൊക്കെ ജീവിക്കുമ്പോൾ, മഞ്ഞിൻ്റെ ഇടയിൽ ജീവിക്കുമ്പോൾ, അങ്ങനെയുള്ളൊരു തൊലിയായിട്ട് ജീവിക്കുന്ന ആൾക്കാരാണെങ്കിൽ, അസുരന്മാർ എന്ന് പറയുന്നത് കുറച്ചും കൂടെ താഴോട്ടുള്ള വിന്ധ്യ പർവ്വതത്തിൻ്റെ താഴെ കിടക്കുന്ന പ്രതലത്തിൽ മധ്യപ്രദേശ് മുതൽ താഴേക്കുള്ള സ്ഥലങ്ങളിൽ വസിച്ചിരുന്ന ആൾക്കാരെയാണ് അസുരഗണമായിട്ട് കണക്കാക്കപ്പെടുന്നിരുന്നത്. അവർ വളരെയധികം സൂര്യ വെളിച്ചമൊക്കെ കൊണ്ട് നല്ല ആരോഗ്യത്തോടു കൂടി ഉള്ള നല്ല തൊലിയൊക്കെ ആയിട്ടും വളരെ ചുറുചുറുക്കോടു കൂടിയുള്ള വ്യക്തികളായിട്ടുമൊക്കെയാണ് എനിക്ക് സങ്കല്പിക്കാൻ സാധിക്കുക. ഞാൻ മഹാബലിയെക്കുറിച്ച് ഒരു ചരിത്ര ഇതിഹാസ നോവൽ 2 വർഷം മുമ്പ് ഇറക്കിയിരുന്നു. ബലിപഥം എന്നാണ് അതിൻ്റെ പേര് ഞാൻ ഇട്ടിരുന്നത്. അതായത് ബലിയുടെ പാത എന്നർത്ഥം വരുന്ന രീതിയിൽ. ആ പുസ്തകം എഴുതാൻ വേണ്ടി ഞാൻ വളരെയധികം ഗവേഷണങ്ങൾ നടത്തിയിരുന്നു, വളരെയധികം പുസ്തകങ്ങൾ വായിച്ചിരുന്നു. മഹാബലിയെക്കുറിച്ച് നമ്മൾ പറയുന്ന ഒരറിവിനേക്കാൾ ഉപരി വേറെ എന്തുണ്ട് എന്നറിയാനുള്ള ഒരു ആകാംക്ഷയിലായിരുന്നു ഞാനത് തുടങ്ങിയത്. അതിനകത്ത് നിന്ന് മനസ്സിലായ കുറേ കാര്യങ്ങൾ വെച്ചാണ് പുസ്തകം എഴുതിയത്. പുസ്തകം മാതൃഭൂമി ബുക്സ് പബ്ലിഷ് ചെയ്തു. മിക്കവാറും എല്ലാ കോപ്പീസും വിറ്റഴിഞ്ഞു. എൻ്റെ കയ്യിൽ കുറച്ച് കോപ്പി ബാക്കി ഇരിപ്പുണ്ട്. ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പറയണേ. മഹാബലി തമ്പുരാൻ കേരളം ഭരിച്ചിരുന്ന ഒരു തമ്പുരാനല്ല. മഹാബലിയെക്കുറിച്ചുള്ള കഥ എന്ന് പറയുന്നത് നമ്മൾ ഉണ്ടാക്കിയെടുത്ത കഥ പോലെ അല്ല. അതിലപ്പുറമായിട്ടും വലിയ ഒരു സാമ്രാജ്യം ഭരിച്ചിരുന്ന ഒരു മഹാചക്രവർത്തിയായിരുന്നു എന്ന് ചരിത്ര ഇതിഹാസ പുരാണങ്ങളിലൊക്കെ എഴുതി വച്ചിട്ടുണ്ട്. മഹാബലി താമസിച്ചിരുന്നത് നർമ്മദാ നദിയുടെ തീരത്തുള്ള അമരകാണ്ടകം എന്ന് പറയുന്ന വലിയ ഒരു രാജ്യത്തായിരുന്നു. അവിടെയാണ് അദ്ദേഹം ഭരിച്ചിരുന്നത്. അദ്ദേഹത്തിൻ്റെ അച്ഛനും അപ്പൂപ്പനും ഒക്കെ നമുക്കെല്ലാവർക്കും അറിയാം. പ്രഹ്ലാദൻ്റെ കൊച്ചുമകനാണ് മഹാബലി. മഹാബലിയുടെ വല്യപ്പൂപ്പന്മാർ ഹിരണ്യാക്ഷൻ, ഹിരണ്യകശിപു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പേര് കേട്ടിട്ടുള്ള രാജാക്കന്മാരായിരുന്നു. ഇവരുടെയൊക്കെ ദുഷ്ടത്തരം കാരണം ഇവരെയൊക്കെ നശിപ്പിക്കാനായിട്ടാണ് വിഷ്ണു ഭഗവാൻ അവതാരം രൂപം കൊണ്ടത്. യുഗങ്ങളായിട്ട് ഓരോ അവതാര രൂപത്തിൽ വന്ന മത്സ്യം, കൂർമ്മം, വരാഹമാണ് ഹിരണ്യ അക്ഷനെ കൊല്ലാൻ വേണ്ടി രൂപമെടുത്തത്. ഹിരണ്യകശിപുവിനെ കൊല്ലാൻ വേണ്ടി നരസിംഹ രൂപത്തിൽ അവതരിച്ചു. പ്രഹ്ലാദനെ സംരക്ഷിച്ച പ്രഹ്ലാദൻ വിഷ്ണു ഭക്തനായി തീരുകയും പ്രഹ്ലാദൻ്റെ മകൻ്റെ മകൻ, വിരോചനൻ എന്നാണ് പ്രഹ്ലാദൻ്റെ മകൻ്റെ പേര്, വിരോചനൻ്റെ മകനാണ് മഹാബലി. മഹാബലി തമ്പുരാനെ ഇതുപോലെ വളരെയധികം ശക്തിയും പ്രശസ്തിയും ആർജിച്ച് ദേവന്മാരുടെ എതിരെ യുദ്ധത്തിന് പോയി. അപ്പോൾ എന്തിനാണ് മഹാബലി ദേവന്മാരെതിരെ യുദ്ധത്തിന് പോയത് എന്ന് ആലോചിച്ച് നോക്കുമ്പോൾ അതിനെപ്പറ്റി ഗവേഷണം നടത്തുമ്പോൾ മനസ്സിലാവുന്നത്, ദേവകുമാരിയായിട്ടുള്ള വിന്ധ്യാവല്ലി എന്ന് പറയുന്ന വിന്ധ്യ രാജ്യത്തിൻ്റെ അധിപൻ്റെ മകൾ വല്ലിയുമായിട്ട് മഹാബലി പ്രണയത്തിലാവുകയും വല്ലിയെ സ്വന്തമാക്കാൻ വേണ്ടി അന്ന് നടത്തിയ ഒരു യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് മഹാബലിയോട് ദേവന്മാർക്ക്, പ്രത്യേകിച്ച് ദേവേന്ദ്രന് കടുത്ത വിരോധം തോന്നിയതും അതിനുശേഷം ഉണ്ടായ ചില സംഭവ പരമ്പരകളുടെ അടിസ്ഥാനത്തിലാണ്
എല്ലാ ദേവന്മാരും ഇന്ദ്രനും ഒക്കെ കൂടെ പോയി വിഷ്ണു ഭഗവാനോട് യാചിച്ചത്. കാരണം ദേവലോകം അപ്പാടെ തകർന്നു പോയി. വല്ലിക്കും മഹാബലിയെ ഇഷ്ടമായിരുന്നു. അങ്ങനെ വളരെ സന്തോഷത്തോടു കൂടി അസുരഗണത്തിലുള്ള ഒരു പുരുഷനോടൊപ്പം വളരെ യാദൃച്ഛികം എന്നുള്ള മട്ടിൽ ദേവഗണത്തിലുള്ള ഒരു സ്ത്രീ, അങ്ങനെ ഒരു വിവാഹം നടക്കാറില്ല, പക്ഷേ എന്നാലും അങ്ങനെ ഒരു വിവാഹം വളരെ നല്ല രീതിയിൽ നടന്നു. അവർ വളരെ സന്തോഷമായിട്ട് ഏറെക്കാലം ഒരുമിച്ച് താമസിച്ചു. പുത്രന്മാരുണ്ടായി. അതിലെ ബാണൻ എന്ന് പറയുന്ന പുത്രൻ നമ്മുടെ കേരളത്തിൽ വന്നിട്ടുണ്ട്. ബാണാസുര സാഗരം എന്ന് പറയുന്നത് ബാണനാണ് കെട്ടിയതെന്ന് പറയപ്പെടുന്നു. മഹാബലി ചവിട്ടിത്താഴ്ത്തി എന്നൊക്കെ നമ്മൾ കഥയിൽ പറയുന്നുണ്ടെങ്കിലും അത് ശരിക്കും ചവിട്ടിത്താഴ്ത്തിയതല്ല. വാമന രൂപം എടുത്തു വരുന്ന മഹാവിഷ്ണു മഹാബലിയുടെ ഒരു വലിയ യാഗം തടസ്സപ്പെടുത്താൻ വേണ്ടിയിട്ടും മഹാബലിയെ പറഞ്ഞ് മനസ്സിലാക്കാനും വേണ്ടി വരുന്ന രീതിയിലാണ് ഞാൻ എൻ്റെ പുസ്തകത്തിൽ എഴുതിയത്. അപ്പോൾ ഈ നടക്കുന്ന ഒരു വാഗ്വാദം എന്ന് പറയുന്നത് വാമനനും മഹാബലിയും കൂടെ ചേർന്ന് നടക്കുന്ന ഒരു വാഗ്വാദം, അത് ശരിക്കും യാഗം മുടക്കാൻ വേണ്ടിയിട്ടുള്ളതായിരുന്നു എന്നും മഹാബലിയെ കുറച്ച് അഹങ്കരിച്ചപ്പോൾ നേർവഴി കാണിക്കാൻ വേണ്ടി വാമന അവതാരം വന്ന് മഹാബലിയെ പഠിപ്പിച്ചു കൊടുത്തതാണെന്നും അതിൻ്റെ ഒരറിവിൽ മഹാബലി രാജ്യം ത്യജിച്ചുകൊണ്ട്, കാരണം അതായിരുന്നു കണ്ടീഷൻ, വാമനൻ ജയിച്ചു കഴിഞ്ഞാൽ മഹാബലി അമരകാണ്ഡകം വിട്ടു പോകണം, അതായിരുന്നു പരിഹാരം. അതിനുവേണ്ടി ഒരു മത്സരം നടത്തി മഹാബലി തോൽക്കുകയും രാജ്യം വെടിഞ്ഞ മഹാബലി പാതാളം എന്ന് പറയുന്ന ഉപതലത്തിലേക്ക്, അതായത് രാജ്യത്തിൻ്റെ ഉപതലമായിട്ടുള്ള സ്ഥലത്തെയാണ് അന്ന് പാതാളം എന്ന് പറഞ്ഞിരുന്നത്. കൊടും കാടുണ്ടായിരുന്ന ആ പ്രദേശത്തേക്ക് അധികം ആൾക്കാരും പോയിരുന്നില്ല. അവിടെ ദുഷ്ടജന്തുക്കളും രാക്ഷസന്മാരും ഭൂതങ്ങളും ഒക്കെ താമസിച്ചിരുന്ന സ്ഥലമായിട്ട് കണക്കാക്കപ്പെട്ടിരുന്നത് കൊണ്ട് കൊടും കാടുകളിലേക്ക് മഹാബലി പലായനം ചെയ്യുമ്പോൾ കൂടെ മഹാബലിയുടെ ഭാര്യയും മകനും രാജ്യത്തെ കുറേ ജനങ്ങളും ഒക്കെ അനുഗമിക്കുകയായിരുന്നു. പാതാളം എന്ന് പറയുന്ന ഉപതലത്തിലൂടെ പലായനം ചെയ്ത് മഹാബലിപുരം എന്ന് പറയുന്ന സ്ഥലത്ത്, നമ്മുടെ ഇപ്പോൾ തമിഴ്നാട് പറയുന്ന മഹാബലിപുരമില്ലേ, അവിടെ അദ്ദേഹം ഒരു പുതിയ രാജ്യം സ്ഥാപിക്കുകയും ഭരിക്കുകയും വളരെ നല്ലതായിട്ട് ഭരിക്കുകയും ചെയ്തു. വളരെ നല്ലതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പാടുന്ന പാട്ടുണ്ടല്ലോ, മാവേലി നാടുവാണിയിടും കാലം, അതുപോലെയുള്ള ഒരു സത്ഭരണം അദ്ദേഹം അവിടെ കാഴ്ചവെച്ച ശേഷം അദ്ദേഹം വീണ്ടും പുതിയ സ്ഥലങ്ങൾ കണ്ടുപിടിക്കാനായിട്ടും പുതിയ തലങ്ങൾ കണ്ടുപിടിക്കാനുമായിട്ട് വീണ്ടും തെക്കോട്ട് വന്ന്, ആ സമയം കൊണ്ട് പരശുരാമനാണ് കേരളം കണ്ടുപിടിക്കുന്നത്. പരശുരാമൻ എന്ന് പറയുന്നത് പിന്നീട് വന്ന ഒരു അവതാരമാണ്. അപ്പോൾ പരശുരാമൻ കണ്ടുപിടിച്ച അല്ലെങ്കിൽ നിർമ്മിച്ച കേരളക്കരയിലേക്ക് മഹാബലി വന്നിരുന്നോ ഇല്ലയോ എന്നുള്ളത് ചരിത്രം പറയുന്നില്ലെങ്കിലും മഹാബലിയുടെ പിൻതലമുറക്കാർ തീർച്ചയായിട്ടും വന്നിട്ടുണ്ടായിരുന്നു. അവർ മാവേലിക്കര എന്ന് പറയുന്ന സ്ഥലം വരെ വന്ന് അവിടെ കൊട്ടാരം കെട്ടി പാർത്തിരുന്നതായിട്ട് അറിയാം. ആ പിൻതലമുറക്കാരാണ് ശരിക്കും മഹാബലിയുടെ ചരിത്രം കേരളത്തിനെ പഠിപ്പിച്ചതും കേരളം അത് ഉൾക്കൊണ്ടതും ഇപ്പോൾ മലയാളികൾ എല്ലാവരും ഓണം ആഘോഷിക്കുന്നതും. നമുക്കെല്ലാവർക്കും അറിയാം കേരളത്തിന് മാത്രമാണ് ഓണം എന്നുള്ള ഒരു ആഘോഷമുള്ളത്. രാജ്യത്തിൻ്റെ മറ്റൊരു സ്ഥലത്തും, മധ്യപ്രദേശിൽ പോലും, ഈ നർമ്മദാ നദിയുടെ തീരത്ത് പോലും ഓണം ആഘോഷിക്കുന്നില്ല. അവിടെയെല്ലാം വാമന അവതാരത്തിനെയാണ് അവരെ പ്രശംസിക്കുകയും പ്രകീർത്തിക്കുകയും പൂജിക്കുകയൊക്കെ ചെയ്യുന്നത്. നമുക്കും ഒരു വാമന ക്ഷേത്രമുണ്ട്, തൃക്കാക്കരയിലുണ്ട്. പക്ഷേ മഹാബലിക്ക് ക്ഷേത്രങ്ങൾ ഇല്ലെങ്കിൽ പോലും നമ്മുടെയൊക്കെ മനസ്സിലെ ആരാധനാ പുരുഷൻ എന്ന് പറയുന്നത് ഇപ്പോഴും മഹാബലിയാണ്. അത്രത്തോളം നല്ല ഒരു അസുര ചക്രവർത്തി ഇതിനു മുമ്പും പിൻപും പിന്നീട് ഉണ്ടായിട്ടില്ല എന്നാണ് കണക്കാക്കപ്പെടേണ്ടത്. അങ്ങനെ കേരളത്തിൽ കാലുകുത്തിയോ എന്ന സംശയമുള്ള, കാരണം മഹാബലി ചിരഞ്ജീവിയായിട്ട് കണക്കാക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് മഹാബലി എപ്പോഴും സ്വർഗരാജ്യം പോലെയുള്ളൊരു രാജ്യം ഭരിക്കുകയും അവിടെ വിഷ്ണു ഭഗവാൻ തന്നെ മഹാബലിയെ സംരക്ഷിച്ചുകൊണ്ട് നിലനിൽക്കുകയും ചെയ്യും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നീട് മഹാഭാരതത്തിൽ പോലും മഹാബലിയെക്കുറിച്ച് പറയുന്നുണ്ട്. അവിടെ പഞ്ചപാണ്ഡവന്മാരിൽ ഏറ്റവും ധർമ്മിഷ്ഠനായിട്ടുള്ള യുധിഷ്ഠിരൻ മഹാബലിയെ കാണാനായിട്ട് പോവുകയും രാജ്യം കയ്യിൽ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഭരിക്കണം എന്നുള്ള ഉപദേശം മഹാബലിയുടെ കയ്യിൽ നിന്ന് സ്വീകരിക്കാനായിട്ട് പോവുകയും ചെയ്തു എന്ന് ശ്രീകൃഷ്ണനാണ് അനുഗമിച്ച് കൊണ്ടുപോകുന്നത്. അങ്ങനെ ഒരു കഥയും നമുക്ക് മഹാഭാരതത്തിൽ കാണാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ മാവേലി തമ്പുരാൻ അതിസുന്ദരനും ധർമ്മിഷ്ഠനും വളരെയേറെ നല്ല രീതിയിൽ രാജ്യം ഭരിച്ചിരുന്ന, ജനങ്ങളെ സ്നേഹിച്ചിരുന്ന, സമ്പൽ സമൃദ്ധി രാജ്യമാകെ ഒഴുക്കിയിരുന്ന ഒരു വലിയ ചക്രവർത്തിയായിരുന്നു, രാജാവായിരുന്നു. നമ്മൾ അദ്ദേഹത്തെ ഓർക്കണം. എല്ലാ വർഷവും ഇതുപോലെ നമ്മൾ ആഘോഷിക്കണം, വരവേൽക്കണം. ആ നല്ല കാലം നമുക്ക് വീണ്ടും കേരളത്തിൽ കൊണ്ടുവരണം എന്നുള്ള ഒരാഗ്രഹം എല്ലാവരുടെയും മനസ്സിലുണ്ടാവണം. ഈ വർഷത്തെ ഓണം വളരെ നല്ലതായിരിക്കട്ടെ എല്ലാവർക്കും. 2026 കേരളീയരായിട്ടുള്ള എൻ്റെ സഹോദരി സഹോദരന്മാർക്കും സുഹൃത്തുക്കൾക്കും സമ്പുഷ്ടമായ, സമ്പൽ സമൃദ്ധി നിറഞ്ഞ, ഐശ്വര്യപൂർണമായ, നന്മ നിറഞ്ഞ, ഉത്സാഹം നിറഞ്ഞ, സന്തോഷം നിറഞ്ഞ ഒരു നല്ല പൊന്നോണം ആശംസിച്ചുകൊണ്ട് ഞാൻ വിടവാങ്ങുന്നു.
സസ്നേഹം, നിങ്ങളുടെ ശ്രീലേഖ.